ഈ നമ്മുടെ പരാതി ഇതാണല്ലോ, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്. നമുക്ക് ഈ പണ്ടത്തെ ഒരു കോളേജിൽ പഠിച്ച ഒരു കവിതയിലോ കഥയിലോ കേട്ടൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഷൂവില്ലാത്തതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു കാലില്ലാത്ത ഒരാളെ കാണുന്നത് വരെ. ഷൂവില്ലാത്തതിനെ ഓർത്ത് ഞാൻ കരയുകയും പരാതിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു കാലില്ലാത്ത ഒരാളെ കാണുന്നത് വരെ. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഷൂ ഇല്ലാതിരിക്കുന്നത്. ഒരു കാലില്ലാതിരിക്കുന്ന മനുഷ്യർ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഷൂവില്ലാതെ ജീവിക്കുന്നതിനെ പ്രതി നിരന്തരം പരാതി പറയുന്ന സമയത്താണ് ഈ ദുരിതം വരുന്നതെന്നറിയണം. വീണ്ടും ബോബി അച്ഛനെ കോട്ട് ചെയ്യാണ്. അച്ഛൻ്റെ പുസ്തകം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ചില സമയത്ത്. ഈ കുണ്ടന്നൂരിൽ നിന്ന് ബസ് കയറുന്ന ഒരു പെൺകുട്ടി, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവളുടെ ബോയ് ഫ്രണ്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കരഞ്ഞ് ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോരുന്നു എറണാകുളത്തേക്ക്. വൈറ്റിലയിലെത്തുമ്പോൾ ഒരു ചേച്ചി കയറുന്നുണ്ട്, ഒരു സ്ത്രീ കയറുന്നുണ്ട്. അവരുടെ മകൻ മരിച്ചു പോയതാണ്. ആ വേദനയിലിരുന്നുകൊണ്ടാണ് സ്ത്രീ അവിടെ ആയിരിക്കണേ. അച്ഛൻ എഴുതുന്നൊരു കാര്യമുണ്ട്, ഇനി ആ കുണ്ടന്നൂരിൽ നിന്ന് കയറിയ പെൺകുട്ടിക്ക് കരയാനായിട്ട് അവകാശമില്ല. കാരണം അതിൻ്റെ ഇരട്ടിക്കിരട്ടി വേദനയിലിരിക്കുന്ന മറ്റൊരു സ്ത്രീ തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും പ്രത്യാശ കൊടുക്കുകയും ചെയ്യേണ്ട ഒരാളായിപ്പെടുത്തിയിരിക്കണം. ബോയ് ഫ്രണ്ട് വിളിക്കുന്നില്ല എന്നുള്ളത് മകൻ മരിച്ചതിനേക്കാൾ വലിയ വേദനയല്ല. അതുകൊണ്ട് അവൾക്കിനി കരയാൻ അവകാശമില്ല. കരഞ്ഞാൽ ദുരിതം. ഇവിടെ അതാ നടന്നുകൊണ്ട് കർത്താവ് പറയണ കാര്യം അതാ, കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം അതാ. അതുകൊണ്ടാണ് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ ഇതുപോലുള്ള നിരാശകളിൽ നിന്ന്, ഇതുപോലുള്ള ആകുലതകളിൽ നിന്ന്, ആവശ്യമില്ലാത്ത ആകുലതകളിൽ നിന്ന്, നമ്മളുടെ ഹൃദയം തളർത്തിക്കളയുന്ന ഉത്കണ്ഠകളിൽ നിന്നൊക്കെ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ നാമത്തെ പ്രതി മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ നാമത്തിലേക്ക് ചേർത്ത് വെച്ചാൽ തീരാത്ത സങ്കടങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ ഒന്നും അല്ലല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരമില്ലെന്നേ. എന്നിട്ടും അവർ പള്ളിയിൽ വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ കാണണേ. അങ്ങനെ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമുക്കില്ലാത്ത കുഞ്ഞു കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടും പരാതിപ്പെട്ടും ജീവിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല.